അവിടുത്തെ പരീക്ഷിക്കുവാനായി ചോദിച്ചു, ഏതെങ്കിലും കാരണവശാൽ ഒരുവൻ തന്റെ ഭാര്യയെ പരിത്യജിക്കുന്നത് ശരിയാണോ? അവിടുന്ന് അവരോട് അരുളി ചെയ്തു, സൃഷ്ടാവ് ആദിയിൽ മനുഷ്യരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചെന്നും തന്നിമിതം മനുഷ്യൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവരിരുവരും ഒരു ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവർ ഇനി രണ്ടല്ല ഒരു ശരീരമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവ വചനമാണ് നാം കേട്ടത്. നിങ്ങളുടെ സ്നേഹത്തെ പരിശുദ്ധമായ ഉദാശയാണ് നിർമ്മിക്കുവാനാണല്ലോ നിങ്ങൾ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ വിശ്വാസം മത്സരം ആശ്രയിക്കുന്നു. അവിടെ ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ വൈദ്യീകരിക്കുന്നതാണല്ലോ. ഇപ്പോഴവരുടെ പ്രത്യേക ഉദാശയാണ് നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിലെ എല്ലാ ചുമതലകളും യഥാവധി നിർവഹിച്ച് ആജീവനാന്ത പരസ്പരം പാലിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇപ്പോൾ തിരുസഭാസമക്ഷം നിങ്ങളുടെ പരസ്പര ശ്രദ്ധ ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. സജ്ജിത, നിങ്ങൾ വിവാഹകാലം വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെ പൂർണ്ണമായ അറിവോടും സൗകര്യം കൂടിയാണ്. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധരാണ്. ദൈവങ്ങളുടെ വിധികളെ സ്നേഹവും സ്വീകരിക്കുവാൻ സഭയുടെയും പ്രബോധനം ചേർക്കാൻ സന്നദ്ധരാണ്. വിവാഹങ്ങളുടെ ജീവനങ്ങൾ പദ്ധതികൾ ചേർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദേശവിഭാഗ ശ്രദ്ധ പ്രകടമാക്കുന്നത്. ഞാൻ
മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസനം പഠിപ്പിക്കാൻ സമാധാനകർത്താവ് കാര്യങ്ങൾ സ്വീകരിച്ച് ഐക്യത്തിന്റെ സമ്പന്നരാകട്ടെ. ദൈവം യോജിപ്പിച്ചത് ലക്ഷ്യപ്പെടുത്താതെ ദൈവമേ, ഈ താലി ആശീർവദിക്കണമേ. ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെ വിശുദ്ധമായിരിക്കണമേ. പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസകരണമായി ഞങ്ങൾ കൈമാറുന്നതിനുള്ള ദൈവം ആശീർവദിക്കട്ടെ. ദൈവ പ്രസാദത്തിന് അടയാളമായി മാത്രകൂടി ദേവനും ആശീർവദിക്കണമേ. ഞാൻ സ്നാവസരത്തിൽ പ്രസാദമായി ക്രിസ്തുനേസമായി നടത്തിയത് ക്രിസ്തു സഭയിലുള്ള ബന്ധത്തിന്റെ നിയമമായി ജീവിച്ച് സ്വർഗത്തിൽ മമ്മയുടെ വസ്ത്രപ്പണികൾ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. ഒരു
എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈ അപ്പം അങ്ങയുടെ കാരണത്താലാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾക്ക് ആത്മീയ പാനീയം ഭോജനമായി തീരുവാനല്ല, ഈ അപ്പം ഭൂമിയുടെയും മനുഷ്യപ്രയത്നത്തിൻ്റെയും ഫലമായി ഞങ്ങൾ കരുതുന്ന പിതാവേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈ വീഞ്ഞ് അങ്ങയുടെ കാരണത്താലാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരുവാനുള്ള ഈ വീഞ്ഞ് മുന്തിരിവള്ളിയുടെയും മനുഷ്യപ്രയത്നത്തിൻ്റെയും ഫലമായി ഞങ്ങൾ കരുതുന്ന പിതാവേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. കർത്താവെ, പശ്ചാത്തലം ദാസിനെ കൈക്കൊള്ളണമേ. കർത്താവിന്റെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങേ കീഴ്പ്പെടുത്തുമാറാകട്ടെ. സഹോദരനെ, ബിജോയുടെയും സജിതയുടെയും വിവാഹ സന്ദർഭത്തിൽ അവരുടെ നന്ദിക്കായി നാം അർപ്പിക്കുന്നതിൽ സദൃശത്തിൻ പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവമേ, പരിശുദ്ധമായ ദീപാവ ഉടമ്പടിയുടെ ഭദ്രതയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന തിരുമൽ കാഴ്ചകൾ സ്നേഹപൂർവ്വം സ്വീകരിക്കണമേ. പവിത്രമായ ബന്ധത്തിൻ്റെ സ്ഥാപകനായ അങ്ങ് ഇതിൻ്റെ നിയന്താവും ആയിരിക്കുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ കർത്താവിലേക്ക് ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നമ്മെ പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ദൈവമേ, സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും അലംഘനീയമായ ശൃംഖലയിൽ പുരുഷനെയും സ്ത്രീയെയും അങ്ങ് പാവന ദാമ്പത്യത്തിൽ പ്രതിഷ്ഠിച്ചത് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും അങ്ങയുടെ മക്കളുടെ വർദ്ധനവിനും വേണ്ടിയാണല്ലോ. പിതാവേ, അങ്ങയുടെ പരിപാലനത്തിൽ ശിശുക്കളുടെ ജനനം മാനവലോകത്തിന് ഒരു ഭൂഷണമാണ്. ജ്ഞാനസ്നാനം വഴി അവർക്ക് ലഭിക്കുന്ന പുനർജനനം തിരുസഭ വളർച്ചയ്ക്ക് കാരണവുമാണ്. ആകയാൽ മാലാഖമാരോടും സകല വിശുദ്ധരോടും ഒന്നുചേർന്ന് ക്രിസ്തുനാഥൻ വഴി അങ്ങയുടെ സ്തുതിഗീതങ്ങൾ ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ
അക്ഷരങ്ങളും വ്യത്യസ്തതക്കർഹനായ അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അങ്ങ് സർവവും ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർമ്മലമായ രീതിയിൽ അങ്ങ് കൽപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ അങ്ങയുടെ തിരുമുമ്പിൽ ശേഖരിക്കുന്നത് അങ്ങ് നിരന്തരം വ്യാപൃതനാണ്. പിതാവേ, ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങേക്ക് അർപ്പിക്കുവാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുവഴുക്കാഴ്ചകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പവിത്രമാക്കണമേ. ഇവ അങ്ങയുടെ ദൈവത്തിനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കഴിയണമേ. അവിടുത്തെ കൽപ്പന അനുസരിച്ചാണ് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥനും ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങയ്ക്ക് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് കൽപ്പിച്ചത്, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ ശരീരം ആകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങയ്ക്ക് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇത് എൻ്റെ രക്തം ആകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം. നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ക്രിസ്തുനാഥൻ ഞങ്ങളെ നിത്യമായ ഒരു കാണിക്കയായി അങ്ങേക്ക് സമർപ്പിക്കുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. ഇവരുടെ മധ്യസ്ഥത വഴി അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും കൈവരുമെന്ന് പ്രത്യാശിക്കുന്നു. പിതാവേ, താഴ്മയിൽ അപേക്ഷിക്കുന്നു. അങ്ങോട്ട് ഞങ്ങളെ രഞ്ജിപ്പിച്ച് പിള്ളയെ സമസ്ത ലോകത്തിനും ശാന്തിയും രക്ഷയും നൽകുവാൻ ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദാസനായ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ സുസൈപാക്യം മെത്രാനോടും മെത്രാൻ പദവിയിലും വൈദിക പദവിയിലുമുള്ള എല്ലാവരോടും ക്രിസ്തുനാഥൻ നീക്കാൻ കഴിയുടെ സർജനങ്ങളോടും ഒത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അടുത്ത മുമ്പ് നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ഈ കുടുംബത്തിന്റെ അപേക്ഷകളുടെ യാതൊന്നും കേട്ടുകൊള്ളണമേ. കാരണവാനായ പിതാവേ, ലോകമെങ്ങുമുള്ള അങ്ങയുടെ എല്ലാ മക്കളെയും സംയോജിപ്പിക്കണമേ. മരണം മൂലം ഞങ്ങൾ വേർപെട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും അങ്ങേ പ്രിയകരമായി ജീവിച്ച് ലോകത്തോടുകൂടെ വാങ്ങിയ എല്ലാവരെയും അങ്ങയുടെ രാജ്യത്തിൽ ദയാപൂർവ്വം സ്വീകരിക്കണമേ. സകല അനുഗ്രഹങ്ങളെ നിർച്ചാല യേശു ക്രിസ്തു വഴി എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ നിത്യനിരവധിയുടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങയ്ക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ്
കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത